സിസ്റ്റത്തിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് ഈ രാജ്യത്തിലെ പലതും നശിക്കുന്നത്. അതിന്റെ ഫൈനസ്റ്റ് എക്സാമ്പിളാണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ അവസ്ഥ. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ നടത്തിപ്പ് കാരണം ഇന്ത്യൻ ഫുട്ബോൾ ഏത് അവസ്ഥയിലേക്കാണ് പോയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഫുട്ബോളിന് പിന്തുണ കിട്ടുന്നതെന്നാണ് പൊതുവെയുള്ള വെയ്പ്പ്. ആരാധകരുടെ ഫുട്ബോൾ വികാരത്തിനെ ചിലർ വോട്ടായിട്ടും കാശായിട്ടും കൺവെർട്ട് ചെയ്തെടുത്ത് നമ്മളെ വിറ്റ് തിന്നുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാലങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യക്ക് ഒരു അന്താരാഷ്ട്ര മത്സരം ഹോസ്റ്റ് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നത്. ഇന്ത്യയും ഹോങ്കോങ്ങും തമ്മിലുള്ള മത്സരത്തിന് ആതിഥേയത്വം വഹിക്കാനുള്ള അവസരം ഇന്ത്യക്ക് കിട്ടിയപ്പോൾ ആ ഒരു അവസരത്തിനെ എങ്ങനെയാണ് കച്ചവടച്ചരക്കാക്കി മാറ്റുന്നത് എന്നാണ് ഇവിടുത്തെ കുറേ അധികൃതർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായിട്ടുള്ള ഖാലിദ് ജമീലിനെയും മറ്റ് 3 താരങ്ങളെയും പ്രസ് കോൺഫറൻസ് ഹാളിൽ നിന്നും ഇറക്കി വിട്ടതിന് പിന്നാലെ അടുത്ത സംഗതിയുണ്ട്. ഇന്നലത്തതിന് മുമ്പത്തെ ദിവസം ഒരു ട്രെയിനിങ് സെഷൻ നമ്മളുടെ അവിടെ വെച്ച് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഇന്ത്യയും ഹോങ്കോങ്ങും തമ്മിലുള്ള മത്സരം നടക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു ട്രെയിനിങ് സെഷൻ ചാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ആ ഒരു ട്രെയിനിങ് സെഷൻ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. കാരണം നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ അധികൃതർ പ്രവേശനം നിഷേധിച്ചു. അപ്പം ട്രെയിനിങ് സെഷൻ ഇന്നലത്തിന് മുമ്പത്തെ ദിവസത്തെ ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് കഴിഞ്ഞില്ല. പിന്നീട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് ഗ്രൗണ്ടായിട്ടുള്ള സാങ്ച്വറിയിലേക്ക് പോയി ട്രെയിനിങ് സെഷൻ നടത്താനാണ് തീരുമാനിച്ചത്. എത്ര മനോഹരം ഈ സംവിധാനം! കൂടുതലൊന്നും പറയാനില്ല. ഇവിടെ ഫുട്ബോൾ അല്ലെങ്കിൽ കായിക മേഖല എങ്ങനെ നശിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഇവിടുത്തെ അധികൃതരും ഭരണകർത്താക്കളും പവറിലിരിക്കുന്നവരാണ്, അധികാരത്തിലിരിക്കുന്നവരാണ് മറുപടി ഇടേണ്ടത്. ഇതിനെക്കാട്ടി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കൂടുതൽ പറഞ്ഞാൽ അവൻ്റെ പേരിൽ ഒരു കേസും കൂടി വരും.